Dear students, good morning. Next theorem, അതായത് ഡിഡക്ഷൻസ് ഫ്രം ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് ആർ. നമ്മൾ ഓർഡർ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഓർഡർ പ്രോപ്പർട്ടീസ്? പി എന്നൊരു പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റ് ഉണ്ട്. അതിൽ 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ മറ്റൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതേപോലെ 2 പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു പോസിറ്റീവ് നമ്പറാണ്. മൂന്നാമത്തതാണ് ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി. ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി പറഞ്ഞാൽ എ ബിലോങ്സ് ടു ആർ. ഏതൊരു റിയൽ നമ്പർ എടുത്താലും അവിടെ 3 കേസേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ അത് പോസിറ്റീവ്, അല്ലെങ്കിൽ അത് നെഗറ്റീവ്, അതും അല്ലെങ്കിൽ 0. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ഡിഡക്ഷൻസ് ഫ്രം ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. തിയറം 1 ആണ് ഉള്ളത്. ലെറ്റ് എ പി സി ബി എലമെൻറ്റ്സ് ഓഫ് ആർ. എയും ബിയും സിയും ആറിലെ എലമെൻസുകളാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി, ദെൻ എ ഗ്രേറ്റർ ദാൻ സി. നമ്മളെപ്പോഴും ഇങ്ങനെ പറയാറുള്ളതാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്ന്. ഏകദേശം അത് തന്നെയാണ്. എ എന്നത് ബിനേക്കാളും വലുതാണ്, ബി എന്നത് സിനേക്കാളും വലുതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എ ഈസ് ഗ്രേറ്റർ ദാൻ സി. ഇതെല്ലാം നമ്മൾക്ക് ബേസിക് പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യണത് കേട്ടോ. അപ്പം ഒന്നാമത്തെ പ്രൂവ് ചെയ്യാം, എന്നിട്ട് 2, 3, 4 പറയാം അല്ലേ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എ എന്നത് ബിനേക്കാളും വലുതാണ്. അതായത് എ മൈനസ് ബി എന്തായി മാറും? നമുക്ക് എ ഗ്രേറ്റർ ദാൻ ബി ആണുള്ളത്. ഇതിൽ നിന്നും എന്ത് പറയാം? എ മൈനസ് ബി എന്നത് പോസിറ്റീവാണെന്ന് പറഞ്ഞൂടെ? എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0. ഇനി ബി ഗ്രേറ്റർ ദാൻ സി എന്ന് തന്നിട്ടുണ്ട്. ബി ഗ്രേറ്റർ ദാൻ സി എന്നൊന്ന് നമുക്ക് എന്ത് കിട്ടും? ബി മൈനസ് സി എന്നത് പോസിറ്റീവാണെന്ന് കിട്ടും അല്ലേ. അതായത് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എ മൈനസ് ബി ബിലോങ്സ് ടു പി എന്ന് പറയാം, പോസിറ്റീവാണ്, അങ്ങനെയും എഴുതാം അല്ലേ. അപ്പോൾ ബി മൈനസ് സിയും എന്ത് തന്നെയാണ്? പോസിറ്റീവാണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എ ഗ്രേറ്റർ ദാൻ സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ മൈനസ് സി എന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് സി ഗ്രേറ്റർ ദാൻ 0 നിന്നും എ ഗ്രേറ്റർ ദാൻ സി നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നത് എ ഗ്രേറ്റർ ദാൻ ബിയും ബി ഗ്രേറ്റർ ദാൻ സിയുമാണ്. ഓർഡർ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എ മൈനസ് ബി എന്നതൊരു പോസിറ്റീവ് നമ്പറാണെന്ന് കിട്ടി. അതേപോലെ തന്നെ ബി മൈനസ് സി എന്നതൊരു പോസിറ്റീവ് നമ്പറാണെന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ഓർഡർ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ? ഒന്നാമത്തെ ഓർഡർ പ്രോപ്പർട്ടി എന്നത് ഏതെങ്കിലും 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ അത് വേറൊരു പോസിറ്റീവ് നമ്പറാണ്. അതായത് ഇഫ് എ ബി ബിലോങ്സ് ടു പി, ദെൻ എ പ്ലസ് ബി ബിലോങ്സ് ടു പി. അപ്പോൾ ഇവിടെ എ മൈനസ് ബി എന്നത് പിയിലുണ്ട് ഉണ്ടല്ലോ. എ മൈനസ് ബി എന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അതേപോലെ തന്നെ ബി മൈനസ് സി എന്നതും ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇവ ആഡ് ചെയ്താൽ വീണ്ടും ഒരു പോസിറ്റീവ് നമ്പർ ആണെന്നാണ് എന്തിലുള്ളത്? നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഉള്ളത്. ഞാനത് തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എന്നതും പ്ലസ് അതിനോട് കൂടെ എന്ത് ആഡ് ചെയ്യണം? ബി മൈനസ് സി അല്ലേ. 2 പോസിറ്റീവ് നമ്പറാണ്, അവ തമ്മിൽ ആഡ് ചെയ്താൽ വേറൊരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ബി മൈനസ് സി ഉണ്ട്, അപ്പോൾ ഞാനത് ആഡ് ചെയ്തു. ഇതും എന്നത് എന്ത് തന്നെയാണ്? ഒരു പോസിറ്റീവ് നമ്പറാണ്, അതായത് ബിലോങ്സ് ടു പി. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എ മൈനസ് ബി ബ്രാക്കറ്റോട് മാറ്റാം, ബി മൈനസ് സി ദാറ്റ് ഇസ് ബിലോങ്സ് ടു പി എന്നാണ്. ദാറ്റ് മീൻസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ വന്നത്? എ മൈനസ് സി ബിലോങ്സ് ടു പി. എ മൈനസ് സി എന്നതൊരു പോസിറ്റീവ് നമ്പറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എ മൈനസ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0. എ മൈനസ് സി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എ ഈസ് ഗ്രേറ്റർ ദാൻ സി. Therefore, A greater than B and B greater than C implies A greater than C. നമ്മൾ ഏത് പ്രോപ്പർട്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ? ഒന്നാമത്തെ പ്രോപ്പർട്ടി. അതായത് 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ വീണ്ടും ഒരു പോസിറ്റീവ് നമ്പർ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത് എ ഗ്രേറ്റർ ദാൻ ബി ആണ്.
അങ്ങനെയാണെങ്കിൽ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി. സി മീൻസ് സി ബിലോങ്സ് ടു ആർ. ഓക്കെ, അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ മൈനസ് ബി എന്നതൊരു പോസിറ്റീവ് നമ്പർ ആവുമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് തുടങ്ങാം. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് എ മൈനസ് ബി എന്നതൊരു പോസിറ്റീവ് നമ്പറാണ്. ഇനി ഞാൻ ഈ പോസിറ്റീവ് നമ്പറിനെ ഒരു നമ്പർ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഇതിനൊരു മാറ്റം സംഭവിക്കൂല, ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ആ ആഡ് ചെയ്യുന്ന നമ്പർ എന്നത് സി ആണ്. അപ്പോൾ ഞാൻ ഇതിനെ എഴുതിയത് എ പ്ലസ് സി മൈനസ് ബി. ഇവിടെ സി ആഡ് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മൈനസ് സി കൊടുക്കണം. പ്ലസ് സി ആണെങ്കിൽ ഇവിടെ മൈനസ് സി ഓട്ടോമാറ്റിക്കലി വരണമല്ലോ. ഇത് എന്തുതന്നെയാണ്? കട്ട് ചെയ്താൽ എ മൈനസ് ബി തന്നെയാണ് അല്ലേ? അത് എവിടെ ഉണ്ട്? ബിയിലുണ്ട്, അതായത് പോസിറ്റീവ് നമ്പറായിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എ പ്ലസ് സി ഞാനൊരു മൈനസ് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എന്ത് വരും? ബി പ്ലസ് സി എന്ന് വരും. ഈ എ മൈനസ് ബിനെ ഞാൻ ഒഴിവാക്കി. എ മൈനസ് ബി ആണല്ലോ ഇത്. ദാറ്റ് ഈസ് ബിലോങ്സ് ടു പി എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി എന്നതൊരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്താ കിട്ടാം? എ പ്ലസ് സി ഈസ് ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി എന്ന് കിട്ടും. ശരിയല്ലേ? എന്നെങ്കിലല്ലേ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി ഈസ് പോസിറ്റീവ് എന്ന് പറയാം. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അർത്ഥം എന്താ? എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി ബിലോങ്സ് ടു പി എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇപ്പോൾ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് എ പ്ലസ് സി ഈസ് ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി അല്ലേ? ഇപ്പോൾ എ പ്ലസ് സി ഈസ് ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സി എന്നതൊരു റിയൽ നമ്പറാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ പ്ലസ് സി ഈസ് ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഏത് മാത്രമാണ്? ആദ്യം ഒരു സി ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. നമ്മുടെ ആ ഒരു പോസിറ്റീവിൻ്റെ ഒരു പ്രോപ്പർട്ടി മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. 1, 2, 3 നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. നമ്മുടെ ജസ്റ്റ് ആ ഡെഫിനിഷൻ, പോസിറ്റിവിറ്റിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി നോക്കൂ. എ ഗ്രേറ്റർ ദാൻ ബി, സി ഗ്രേറ്റർ ദാൻ ഡി, ദെൻ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് ഡി. നമ്മളിപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബിയും അതേപോലെ സി ഗ്രേറ്റർ ദാൻ ഡിയും ആണെങ്കിൽ നമ്മൾ എന്ത് തന്നെ എഴുതുക? എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് ഡി എന്ന് എഴുതും. ശരിയല്ലേ? ആദ്യം ഇത് തമ്മിൽ ആഡ് ചെയ്യും, പിന്നെ ഇത് തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് വേണ്ടത്. ഇവിടെ പ്രൂഫ് ഉപയോഗിക്കുന്നത് പോസിറ്റിവിറ്റിനെസ്സിന് അതിൻ്റെ ഓർഡർ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എ മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 0. അതേപോലെ സി ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറഞ്ഞാലോ സി മൈനസ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് എ മൈനസ് ബി എന്നതൊരു പോസിറ്റീവ് നമ്പറാണ്. ഇനിയോ സി ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറഞ്ഞാലോ സി മൈനസ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് സി മൈനസ് ഡി എന്നതും ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇനി 2 പോസിറ്റീവ് നമ്പറല്ലേ ഉള്ളത്. ഈ 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ വീണ്ടും ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ. നമുക്കത് തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി അല്ലേ, ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് അതുള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ വീണ്ടും ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ എ മൈനസ് ബിയും രണ്ടാമത്തെ പോസിറ്റീവ് നമ്പർ സി മൈനസ് ഡി എടുത്തു. അവ ആഡ് ചെയ്താൽ വീണ്ടും ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി ബിലോങ്സ് ടു പി. ഇപ്പോൾ എ മൈനസ് സി, എ മൈനസ് ബി അല്ലേ, എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി പ്ലസ് സി മൈനസ് ഡി ബിലോങ്സ് ടു പി. ഇത് ഒന്നാമത്തെ പോസിറ്റീവ് നമ്പറാണ്, ഇത് രണ്ടാമത്തെ പോസിറ്റീവ് നമ്പറാണ് കേട്ടോ.
അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്തപ്പം വീണ്ടും ഒരു പോസിറ്റീവ് നമ്പറായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നിന്നും എ പ്ലസ് സി മൈനസ് ബി മൈനസ് ഡി ബിലോങ്സ് ടു പി എന്ന് എഴുതി. അതായത് സീന് രണ്ടാമത്തെ ടേം ഒന്ന് അറേഞ്ച് ചെയ്തു. വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് സി മൈനസ് ഓഫ് ബി പ്ലസ് ഡി ബിലോങ്സ് ടു പി. ഇതിൻ്റെ അർത്ഥം എന്താ? എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0. അതൊരു പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞാൽ, ഇതൊരു പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ എ പ്ലസ് സി ഈസ് ഗ്രേറ്റർ ദാൻ ബി പ്ലസ് ഡി. ഓക്കെ, നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ 0 ദെൻ സി എ ഗ്രേറ്റർ ദാൻ സി ബി. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷനോട് കൂടെ സി എന്നത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഇനീക്വാലിറ്റിക്ക് ഒരു മാറ്റം വരില്ല എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാലിറ്റി തിരിഞ്ഞു വരും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ലെസ് ദാൻ 0 ദെൻ സി എ ഈസ് ലെസ് ദാൻ സി ബി. അപ്പം അതിൻ്റെ പ്രൂഫാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നുണ്ട്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നേരത്തെ അതേപോലെ തന്നെ എ മൈനസ് ബി എന്നതൊരു പോസിറ്റീവ് നമ്പറാണ്. എ മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 0 വിച്ച് ഇംപ്ലൈസ് എ മൈനസ് ബി ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. ഇനി സി എന്നതും പോസിറ്റീവ് അല്ലേ? അപ്പം ഓൾസോ സി ഈസ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പോസിറ്റീവ് നമ്പർ കിട്ടി. അത് ഏതൊക്കെയാണ്? എ മൈനസ് ബി എന്ന ഒരു പോസിറ്റീവ് നമ്പറും സി എന്ന മറ്റൊരു പോസിറ്റീവ് നമ്പറും. ഇനി നമുക്ക് രണ്ടാമത്തെ ഓർഡർ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു? രണ്ട് പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോസിറ്റീവ് നമ്പറും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് സി ഇൻറ്റു എ മൈനസ് ബി. സി എന്നതൊരു പോസിറ്റീവ് നമ്പറാണ്, എ മൈനസ് ബി എന്നത് മറ്റൊരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പം അതൊരു പോസിറ്റീവ് നമ്പറാവും. ദാറ്റ് മീൻസ് സി എ മൈനസ് സി ബി ബിലോങ്സ് ടു പി. അതിൻ്റെ അർത്ഥം എന്താ? സി എ മൈനസ് സി ബി ഈസ് ഗ്രേറ്റർ ദാൻ 0 വിച്ച് മീൻസ് സി എ ഈസ് ഗ്രേറ്റർ ദാൻ സി ബി. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് എ സി അല്ലേ? അല്ല, സി എ ഈസ് ഗ്രേറ്റർ ദാൻ സി ബി. ഓക്കെ, ഇനി അടുത്തത് എ മൈനസ് ബി എന്നത് പോസിറ്റീവ് നമ്പറാണ്. അതായത് എ ഗ്രേറ്റർ ദാൻ ബി എന്നുണ്ട്. അപ്പോൾ എ മൈനസ് ബി ഒരു പോസിറ്റീവ് നമ്പറാണ്. സി എന്നതൊരു നെഗറ്റീവ് നമ്പറും ആണെന്നുണ്ട്. ഇപ്പോൾ എ മൈനസ് ബി എന്നതൊരു പോസിറ്റീവ് നമ്പറാണല്ലോ. എ ഗ്രേറ്റർ ദാൻ ബി ആയതുകൊണ്ട് എ മൈനസ് ബി ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. എ മൈനസ് ബി ബിലോങ്സ് ടു പി. ഇനി സി എന്നത് ലെസ് ദാൻ 0 ആണ്. അതിൻ്റെ അർത്ഥം മൈനസ് സി എന്നത് എന്താ വരിക? മൈനസ് സി. സി എന്നത് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ സി ഈസ് എ നെഗറ്റീവ് റിയൽ നമ്പർ. അപ്പം മൈനസ് സി എന്താ വരിക? ഇറ്റ്സ് എ പോസിറ്റീവ് റിയൽ നമ്പർ. മൈനസ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് മൈനസ് സി ബിലോങ്സ് ടു പി. ഇവിടെ എത്രയേ ഉള്ളൂ? സി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ സി ഈസ് എ നെഗറ്റീവ് റിയൽ നമ്പർ. നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെ നെഗറ്റീവ് എന്താ വരിക? പോസിറ്റീവ് അല്ല. അപ്പം മൈനസ് സി. ഇപ്പം ആക്ച്വലി സി ഈക്വൽ ടു ഒരു -1 ആണെന്ന് വിചാരിച്ചോളൂ. സി ഈസ് എ നെഗറ്റീവ് റിയൽ നമ്പർ. മൈനസ് സി എന്താ വരിക? -1. മൈനസ് സി പറഞ്ഞാൽ -1ൻ്റെ മൈനസ് അല്ലേ? മൈനസ് സി എന്ന് പറഞ്ഞാൽ -1. ഇറ്റ് ഈസ് 1. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ എഴുതി വെച്ചത് കേട്ടോ. അപ്പോൾ സി എന്നൊരു നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ മൈനസ് സി ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. ഇപ്പോൾ നമുക്ക് വീണ്ടും രണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെയാണ്? എ മൈനസ് ബിയും അതേപോലെ മൈനസ് സിയും. ഈ രണ്ട് പോസിറ്റീവ് റിയൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആവില്ലേ? അപ്പോൾ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി, ഇത് രണ്ടിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതും ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് സി ഇൻറ്റു എ മൈനസ്, അടുത്തതോ മൈനസ് സി ഇൻറ്റു മൈനസ് ബി എന്ന് വരും. അപ്പോൾ മൈനസ് സി ഇൻറ്റു മൈനസ് ബി വിച്ച് ഈസ് പോസിറ്റീവ് അല്ലേ? ബിലോങ്സ് ടു പി.
ഇനി മൈനസ് സി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ മൈനസ് സി എ. ഓക്കെ, ഇനിയോ മൈനസ് സി ഇൻറ്റു മൈനസ് ബി എന്ന് പറഞ്ഞാലോ സോറി, നമുക്കിവിടെ മൈനസ് സി ഇൻറ്റു മൈനസ് ബി. അപ്പം മൈനസുള്ള ഓപ്പറേഷൻ ആദ്യം കൊടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, മൈനസ് സി ഇൻറ്റു ബി എന്നാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഞാനിവിടെ മൈനസ് ബി എന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ മൈനസ് ബി അല്ല ബി ആണ്, ശരിയല്ലേ? മൈനസ് സി ഇൻറ്റു എ മൈനസ് സി ഇൻറ്റു ബി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നല്ല, വിച്ച് ഈസ് ബിലോങ്സ് ടു പി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് വരും, മൈനസ് എ സി എന്ന് വരും. ഇനി ഇതോ പ്ലസ് സി ബി എന്ന് വരും, ദാറ്റ് ഈസ് ബിലോങ്സ് ടു പി. അതായത് ഞാനിതിനെ മാറ്റി എഴുതി സി ബി മൈനസ് സി എ എന്ന് എഴുതി, എ സിനെ ഞാൻ സി എ എന്ന് എഴുതി. അപ്പോൾ ആദ്യം സി ബി എഴുതി, പിന്നെ മൈനസ് എ സി എന്ന് എഴുതി, ദാറ്റ് ഈസ് ബിലോങ്സ് ടു പി. അതായത് സി ബി മൈനസ് സി എ എന്നതൊരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. ദാറ്റ് മീൻസ് സി ബി മൈനസ് സി എ ഈസ് ഗ്രേറ്റർ ദാൻ 0, which implies CB is greater than CA. അതായത് CA is less than CB. Okay.